+2 പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും പഠിച്ചില്ല. ഇതാണോ നിങ്ങളുടെ അവസ്ഥ? എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ലോഞ്ച് ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ്. +2 ബോർഡ് എക്സാം ക്രാഷ് കോഴ്സ് ബാച്ച്. ബാച്ചിൻ്റെ പേര് ഉജ്വൽ ബാച്ച് എന്നാണ്. കഴിഞ്ഞ വർഷം ഈ ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് ഗംഭീര റിസൾട്ടുകളാണ് ഉണ്ടാക്കിയത്. ഈ ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ബാച്ചിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യമാണ്. ഇത്രയും ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ബാച്ചിൽ ഉണ്ടാവുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാനിവിടെ പറഞ്ഞുതരാം. എന്നിട്ട് അത് ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും തരാം. ഓക്കെ, ഫസ്റ്റ് കാര്യം ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സസ്. എല്ലാ ചാപ്റ്ററിൻ്റെയും റിവിഷൻ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ മുൻപ് കൊടുത്ത ക്ലാസ് ഒന്നല്ല, ഇതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി എടുത്ത ക്ലാസ്സുകളാണ്. എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല, എന്നാൽ ബേസിക്സ് മുതലേ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അത് കൂടാതെ ഷോർട്ട് നോട്ട്സിന് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫുൾ ഒരു കുറച്ചും കൂടി സമ്മറൈസ്ഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് നോട്ട്സ് ക്ലാസ് ഉണ്ടാവുക. ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഓരോ ചോദ്യവും പ്രീവിയസ് ഇയറിൽ വന്നത് ആ ടീച്ചർ തന്നെ എടുത്ത് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, പരീക്ഷ എത്ര ഡിഫറൻ്റ് ആയിട്ട് വന്നാലും നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ മിനിമം 70% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോഡൽ തന്നെയായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വീഡിയോ സൊല്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോഴുള്ള എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. +2കാർക്ക് സ്പെഷ്യലായിട്ട് ലാബ് എക്സാമിൻ്റെ ക്ലാസ്സുകളും മോഡൽ എക്സാം മൊത്തം സിലബസ് കഴിഞ്ഞിട്ട്, ഇതുകൂടാതെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ബുക്ക് PDF അല്ല, ആക്ച്വൽ ബുക്കും ഈ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആണ്. ചാപ്റ്റർ വൈസ് ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ ഉത്തരം. ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റ്സ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്ത് തരുന്നതായിരിക്കും. +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നവർക്ക് +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ് ഫ്രീ ആയിരിക്കും. ഇത്രയും ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യവും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യവും ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫീച്ചറാണ് ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി, അതായത് +2 പബ്ലിക് എക്സാമിന് നിങ്ങളൊന്ന് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും അത് പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്സ് മുതൽ കവർ ചെയ്യുന്നതായിരിക്കും അഡ്വാൻസ് ലെവൽ വരെ. അനാവശ്യമായുള്ള സംസാരവും ബ്യൂട്ടി ഓഫ് ഫിസിക്സും ബ്യൂട്ടി ഓഫ് മാത്സ് ഒന്നും ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പക്ഷേ ബേസിക്സ് മുതൽ തിയറി ഉണ്ടാകുന്നതായിരിക്കും. അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം ഫോക്കസ് ആയുള്ള രീതിയിലായിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ ഒരു സാധനം പോലും അറിയില്ലെങ്കിലും നിങ്ങൾ അത് ഫുള്ള് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ഇത് കണ്ടാൽ മാത്രം മതി ആ ചാപ്റ്റർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള സാധനമാണ് ഷോർട്ട് നോട്ട്സ് ക്ലാസ്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഓരോ ചാപ്റ്ററിനെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് നോട്ട്സിലൂടെ നിങ്ങൾക്ക് എന്താണ് ആ പഠിച്ച ചാപ്റ്റർ ഒന്നും കൂടി ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചില ചാപ്റ്റർ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ, നേരത്തെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് നോട്ട്സ് ക്ലാസ് മാത്രം മതിയാവും ആ ചാപ്റ്റർ ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ രീതിയിലും പഠിക്കുകയും ചെയ്യുന്നു, റിവിഷനും ചെയ്യുന്നു. പിന്നെ എക്സ്ട്രാ വേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. മാത്രമല്ല, ഈ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗുണം എന്താ വെച്ചാൽ എന്തെങ്കിലും ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മിക്ക ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അങ്ങനത്തെ എക്സാം സ്ട്രാറ്റജീസും അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതണം അങ്ങനെ എഴുതണം എന്നുള്ള ആരും കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് കൂടെ നിങ്ങൾക്ക് അവിടെ ഒരു സംശയം ബാക്കി ഉണ്ടാവില്ല. ഇതുകൂടാതെ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് 50 ചോദ്യപേപ്പറും അതിന്റെ ഉത്തരവുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ ബുക്കിന്റെ നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ വില 360 രൂപയാണ് വരുന്നത്. നമ്മുടെ ബാച്ചിന്റെ കൂടെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിനായി നിങ്ങൾ വേറെ കുറേ റാൻഡം ബുക്കുകളോ ഓൺലൈൻ മെറ്റീരിയലോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മോർ ദാൻ ഇനഫ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ബാച്ചിൽ കൂടി കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും, ലാബിന്റെ ക്ലാസ്, +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ആഫ്റ്റർ യു ക്രിസ്മസ് എക്സാം ഡിസംബർ 26-നാണ്. കാരണം അപ്പോൾ തുടങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സിലബസ് പ്രോപ്പർ ആയിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഓരോ വീക്കും ഓരോരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ ഈ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം എന്താണ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കിട്ടും. വളരെ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിലബസ് തീർക്കാം. നമ്മൾ ഡിസംബർ 26 തുടങ്ങുന്ന ബാച്ച് ഫെബ്രുവരി 10 ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീർത്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി റെഡി ആക്കുന്നതായിരിക്കും. ഈ ഒരു ബാച്ചിന് നിങ്ങൾ കൊടുക്കേണ്ട ഫീസ് 1999 ആണ്. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ല ഡീലാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, +2 ഇസ് എ വെരി ക്രൂഷ്യൽ ഇയർ. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള കോളേജിൽ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ആ +2 മാർക്കിന് തീർച്ചയായും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. പക്ഷേ അതിന് പ്രോപ്പറായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് വേണം തോന്നുന്നുണ്ടെങ്കിൽ
ഈ ബാച്ചാണ് അതിൻ്റെ ഉത്തരം. അത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിവിഷൻ ബാച്ച് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കാം, പ്രത്യേകിച്ച് ബാച്ചിൽ പഠിച്ചവരാണ്, അവർക്ക് അതിൻ്റെ ശരിക്കത്തെ എഫക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഈ നമ്പറിലാണ്, അല്ലെങ്കിൽ ഈ നമ്പറിലാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾ ബാച്ച് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, ഫീസ് അടയ്ക്കാം, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ക്രോസ് ചെയ്തിട്ടത് വെറുതെ തമാശ കിട്ടതല്ല, പ്രീ ബാച്ച് ലോഞ്ച് ഓഫർ ആണിത്. അപ്പോൾ ബാച്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴയ ഫീസിലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ ഒക്കെ വേണമെങ്കിൽ നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്തെടുക്കുക. ഓൾസോ 26 തുടങ്ങുകയാണെങ്കിൽ 26 തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഓൾറെഡി നമ്മുടെ +2 ബാച്ചിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി നിങ്ങൾക്ക് ഇതിൻ്റെ ഭയങ്കര ആവശ്യമുണ്ടോ? നിങ്ങൾ ഓൾറെഡി ആ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചവരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എന്താണ്, ഇതിൻ്റെ റിവിഷൻ ക്ലാസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അത് ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി എയിംഡ്. പക്ഷേ നിങ്ങളും ആ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അതിൽ ഫീച്ചറൊന്നും മര്യാദ നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ, അല്ലേ, ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്തു, പക്ഷെ ഒന്നും നിങ്ങൾ പഠിച്ചില്ല, അങ്ങനെ കുറേ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം, ഉഴപ്പി കുറേ സമയം കളഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇതിലെ ഫുൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ +2 ഉയരെ ബാച്ചിലോ അല്ലെ ഏത് +2 ബാച്ചിൽ പഠിച്ചവർക്കും പകുതി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത്. അതായത് നിങ്ങൾക്കുള്ള ഫീസ് 1,999 അല്ല, വെറും 999 ആയിരിക്കും നിങ്ങളുടെ ഫീസ് വരിക. അപ്പം ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ വേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് എല്ലാം ഉപയോഗിച്ച് പഠിച്ചാണെങ്കിൽ യു ഡോണ്ട് നീഡ് ദിസ്. പക്ഷേ നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ യു മൈറ്റ് നീഡ് ദിസ്. ഓക്കെ, ഇങ്ങനെ പഠിച്ച കുട്ടികളാണ് കഴിഞ്ഞ വർഷം +1 ബാച്ചിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെ പഠിച്ചവരാണ് ഇവരൊക്കെ. 520 ഒക്കെ പഠിച്ച കുട്ടികൾ. ഇത് യൂട്യൂബിലെ റിസൾട്ട് അല്ല, നമ്മുടെ ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. +2 ഇവരൊക്കെ ഈ റിവിഷൻ ബാച്ചിലെ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് പഠിച്ചവരാണ് പലരും. എന്ന് മാത്രമല്ല, ആ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തതിന് മുൻപ് ഒരു വകയും അറിയാത്തവരാണ്. ഇവരുടെ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പലരുടെയും ഒന്നും അറിയാതെ അവസാനമൊക്കെ വന്ന് പഠിച്ചവരാണ്. ഓക്കെ, അപ്പോൾ ഒന്നും അറിയാതെ അവസാനം പഠിക്കുന്നവർക്ക് മാർക്ക് കിട്ടുമോ? നന്നായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും 95ഉം 98ഉം 99ഉം 100% ഒക്കെ പോസിബിൾ ആണ്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ആകെയുള്ള ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന കൊള്ളാം, പക്ഷേ നിങ്ങൾ അവസാനം വന്നിട്ട് എക്സാമിൻ്റെ 10-15 ദിവസം വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് എന്നെ പഠിപ്പിക്കൂ സാർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, December 26 അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടുള്ള മനസ്സോടുകൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ആ ടാർഗറ്റ് പെർസെൻറ്റേജ് +2 95 ആയിക്കോട്ടെ, 90 ആയിക്കോട്ടെ, 98 ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ നിങ്ങളെ എത്തിച്ചിരിക്കും. അത് ആയിരക്കണക്കിന് കുട്ടികളെ ഇതിനു മുമ്പ് എത്തിച്ചിട്ടുണ്ട്, ഇനിയും അങ്ങോട്ട് എത്തിക്കും. അത്രേ പറയാനുള്ളൂ. ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, താഴെ നമ്പർ കാണാൻ പറ്റും, ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് റെഡി ആയിരുന്നോളൂ. December 26 we are launching our batch.